ചേട്ടൻ എന്താണ് ഈ വെള്ളക്കാന്താരിയിൽ ഫോക്കസ് ചെയ്യണത്? പച്ചക്കാന്താരിയോട് എന്താ ഇഷ്ടം? അല്ല, ഇത് കൃഷി ചെയ്യിച്ചത് ആദ്യം കൃഷി വിജ്ഞാന കേന്ദ്രം കായംകുളം. അവർ എന്നോട് പറഞ്ഞ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു 3 സെൻറ്റ് സ്ഥലത്ത് കാന്താരി ഒന്ന് കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാം. അങ്ങനെ അവർ കൊണ്ടു തന്നതാണ് ഇതിൻ്റെ വിത്ത്. ആദ്യം ഞാൻ കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിപ്പോൾ ഇത് ഏതാണ്ട് 6 കൊല്ലം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് നേരെ പിടിപ്പിച്ചുകൊണ്ടുവരാനേ. രോഗം ബാധിക്കും, ആദ്യം തന്നെ രോഗം ബാധിക്കും. അതിന് വേണ്ട പ്രതിവിധികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇത് ശരിക്കായി കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൽ ഇതിന് 300 രൂപ വിലയുണ്ട്. നമ്മൾ കൃഷിക്കാർ കൊടുക്കുമ്പോൾ 100 രൂപ അത്ര കിട്ടിയാൽ തന്നെയും അത് 100 രൂപ കിട്ടിയാൽ തന്നെ വൻ ലാഭമാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇതിരിക്കുന്നില്ല, ഇനി 1 കൊല്ലം കൂടെ ഇത് കിട്ടത്തുള്ളൂ. 3 വർഷം ശരിക്കും ആദായം തരും. 3 വർഷം കഴിഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ദാണ്ട് അപ്പുറത്ത് 110 തടം വേറെ ചെയ്തിട്ടുണ്ട്. അത് ഈ പരിവായിട്ടേ ഉള്ളൂ. വെള്ളക്കാന്താരി. പച്ചക്കാന്താരി 2 ഇനമുണ്ട്. ചെറുകാന്താരിയും വൻകാന്താരിയുണ്ട്. ഈ മാർക്കറ്റിൽ കിട്ടുന്ന വൻകാന്താരിയാണ് ഈ പച്ചക്കാന്താരി. പക്ഷെ അതിൻ്റെ വിത്ത് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതും ചെയ്യും. വിത്ത് നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതാണ്. ചെറുകാന്താരിയാണോ വൻകാന്താരിയാണോ വിലയുള്ളത്? രണ്ടിനും ഒരേ വില. പച്ച നിറമാണെന്നുള്ളതേ ഉള്ളൂ. മറ്റേ തീരെ ചെറുകാന്താരി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്, എൻ്റെ ഉള്ളത് ചെറുകാന്താരി ഉണ്ട്. ഇത്രേ കാണും. പറിച്ചെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. പറിച്ചെടുക്കാൻ തന്നെ ബുദ്ധിമുട്ട്. ഇത് തന്നെ പറിച്ചെടുക്കാനോ 1 മണിക്കൂർ വേണം 1/2 കിലോ മുളക് പറിക്കാൻ. എവിടെയെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ? ഇല്ല. എത്ര പണിക്കാരുണ്ട് എല്ലാം കൂടി ഇവിടെ? 2 പേരേ ഉള്ളൂ. ഞാനും ഉണ്ട്. ചേനയ്ക്ക് പിന്നെ എലിയുടെ ശല്യം ഇല്ല. ചേന വലുതായിട്ട് ഉപദ്രവിക്കുന്നില്ല. അതിനെ ഒരു ചെറിയ ചൊറിച്ചിലുണ്ട്. അത് എലി തിന്നാറില്ല. അത് ചേന തിന്നത്തില്ല. ബാക്കിയുള്ളതെല്ലാം കഴിക്കും. നാരായണപിള്ളച്ചേട്ടൻ്റെ ഈ കാർഷിക ചൈത്ര യാത്രയില് കൈരളി TV കൂടെ ഉണ്ട്. കേട്ടോ, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും എന്നും ഉണ്ടായിരിക്കും. ഒത്തിരി പുരസ്കാരങ്ങളും ഒക്കെ ഇനിയും കിട്ടി, ഒത്തിരി പ്രശംസകളും ഒക്കെ കിട്ടി. ഈ ഒരു വലിയ കർഷകരായിട്ട് ഇനിയും വളരട്ടെ. ഞങ്ങളെ അഭിനന്ദനം. അതല്ല, ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ആളുകളോട് ഇതിനകത്ത് വരട്ടെ. ഒരുപാട് പേര് ഇതിലോട്ട് വരും. അത് വലിയ കാര്യം. ഭൂമിഗീതം പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും
ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ മേൽവിലാസം ഭൂമിഗീതം, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. ഭൂമിഗീതത്തിൻ്റെ ഈ ഉപാഖ്യാനം ഇന്നിവിടെ അവസാനിക്കുകയാണ്. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.